മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്നത് ശരിയല്ലെന്ന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് അധികൃതർക്ക് ബോധ്യമായെന്ന് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഇക്കാര്യത്തിൽ നിയമവഴി തേടിയ ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ നടപടി സ്വാഗതാർഹമാണ്. കോടതിയെ സമീപിച്ചതിനാൽ പഞ്ചായത്തിനൊപ്പം സർക്കാരും നിൽക്കും. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കടുവയ്ക്ക് അവശത കാരണം കൂടുവെച്ച സ്ഥലത്തേക്ക് എത്താനാവുന്നില്ല. അതിനെ പിടികൂടിയാൽ ഉടൻ ചികിത്സ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കടുവ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയത് വലിയ ആശങ്കയാണ് പടർത്തുന്നത്. പക്ഷേ കടുവ അവശനിലയിലാണ്. കടുവയെ മെരുക്കാൻ ഇതുവരെ വനംവകുപ്പിന് അതുകൊണ്ട് തന്നെ സാധിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്ന് വിശദീകരിക്കുകയാണ് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. അദ്ദേഹം കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. മിനിസ്റ്ററെ, ഈ പൊതുവെ ആ കടുവ, ഈ ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിലെ കടുവയെ നമുക്ക് ഇതുവരെ മെരുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. വന്യജീവി ആക്രമണം സംബന്ധിച്ച് ജനങ്ങൾ ഭീതിയിലാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ കടുവ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വരാത്ത വിധത്തിൽ അവശത അനുഭവിക്കുന്ന ഒരു കടുവയാണ്. ആ കടുവയിൽ നിന്നും ആക്രമണമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. സഹതാപമാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കടുവയെ ഇനി എങ്ങനെ രക്ഷപ്പെടുത്താം? ഇപ്പോഴത്തെ അവസ്ഥയിൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ സാധിക്കാത്ത അത്രയും അവശനിലയിലാണ് കടുവ നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുവെച്ച് പിടിച്ച് ചികിത്സിക്കുക എന്ന ഒരു ധാരണയോടുകൂടി മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുമ്പോട്ട് പോകാൻ കഴിയൂ. പക്ഷേ കൂട് പിടിക്കണമെങ്കിലും കൂട് വെച്ച സ്ഥലത്തേക്ക് കടുവ സ്വമേധയാ നടന്നു വരണം. അപ്പം അതിൻ്റെതായ പ്രയാസമുണ്ട്. കനത്ത കാവലിലാണ് അവിടെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിയുന്നതും ആ കടുവയെ പിടികൂടി ചികിത്സിക്കാൻ പറ്റിയതാണെങ്കിൽ ചികിത്സിച്ച്, അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന നടപടിയിലേക്ക് പോകാന്നുള്ളതാണ് സാമാന്യ നടപടികൾ. പക്ഷേ ഒരു ശുഭപ്രതീക്ഷയല്ല അവിടെ നിന്നും ഉള്ള ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഈ കടുവയെ കിട്ടുകയാണെങ്കിൽ കൃത്യമായ ചികിത്സ വനംവകുപ്പ് ലഭ്യമാക്കും. അത് വനംവകുപ്പിൻ്റെ നിയമപരമായ ഒരു ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കാതിരുന്നാൽ നിയമത്തിൻ്റെ മുമ്പിൽ അവർ കുറ്റവാളികളാകും. പക്ഷേ കഴിയുന്നതും അതിനെ രക്ഷപ്പെടുത്താൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുകയും വേണം. ഈ കടുവയെ അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും വേണമെന്ന ഇരട്ട ദൗത്യമാണ് അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെരുമ്പാവൂരിൽ ആന യാത്രക്കാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആനയെ കീഴ്പ്പെടുത്താൻ പറ്റിയെങ്കിൽ കൂടിയും ഇങ്ങനെ തുടർച്ചയായി മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ് വെല്ലുവിളി ആവുന്നത്? അല്ല, മനുഷ്യ വന്യജീവി സംഘർഷം ഒരു വെല്ലുവിളി തന്നെയാണ്. അത് നേരിടുന്നതിനുള്ള ഫലപ്രദമായ മാർഗം സ്വീകരിക്കുന്നതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗമായി ജനങ്ങൾ കണ്ടിട്ടുള്ളത് അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നാണ്. ആ വെടിവെച്ച് കൊല്ലാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നിയമപരമായി അതിന് പരിഹാരമുണ്ടോ എന്നാണ് ശ്രമിക്കേണ്ടത്. കേരള ഗവൺമെൻറ് ശ്രമിച്ചത് 1972 പാസ്സാക്കിയ വന്യജീവി സംരക്ഷണ നിയമം അന്നത്തെ സാഹചര്യത്തിന് യോജിച്ചതായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ സാഹചര്യത്തിന് യോജിച്ചതല്ല. അതിൽ ഭേദഗതി വേണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അതിൽ ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. ആ ശ്രമമായി മുന്നോട്ട് പോവുകയും കേന്ദ്രത്തിൽ നിന്നും ആവശ്യമായ നിയമപരിരക്ഷ ലഭിക്കാനാണ് ശ്രമിക്കുന്നത്. ആ കൂട്ടത്തിലാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സ്വയം വെടിവെച്ച് കൊല്ലാനുള്ളൊരു തീരുമാനമെടുത്തത്. അത് അന്നപ്പോൾ ഞാൻ പറഞ്ഞത് അത് പഞ്ചായത്തുകൾ നിയമം കയ്യിലെടുക്കുന്നത് ശരിയാണ്. പക്ഷേ ഇപ്പോഴവർ നിയമത്തിൻ്റെ വഴിയെ പോകുന്നു. നിയമത്തിൻ്റെ വഴിയെ പോകാൻ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ച നടപടികളുടെ ഒപ്പം സംസ്ഥാന ഗവൺമെന്റും ഉണ്ടാകും എന്ന് പറയാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം വലിയ വെല്ലുവിളിയാണെങ്കിലും അത് എങ്ങനെ ഒരുമിച്ച് പരിഹരിക്കാം എന്നുള്ളതാണ് വനംവകുപ്പും ചിന്തിക്കുന്നത് എന്നാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.